വേണ്ട വേണ്ട, എണീക്കണ്ട. ഇത് കുറച്ച് ഫ്രൂട്ട്സും നിനക്കുള്ള മരുന്നുകളുവാ. ഫ്രൂട്ട്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇക്ക. ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ധാരാളം പഴങ്ങളും വൈറ്റമിനുള്ള ആഹാരവും കഴിക്കണം ഇഷ. എന്നാലേ അമ്മയ്ക്കും കുഞ്ഞിനും നല്ല ആരോഗ്യം ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. മോൻ അവന്റെ ഉപ്പയും ഉമ്മച്ചയും കാണാൻ ധൃതിയായിരുന്നു. അപ്പോ മോനാണെന്ന് ഉറപ്പിച്ചോ? അതിനെന്താണ് സംശയം? ഈ അബൂബക്കറിന് ആദ്യമായിട്ടൊരു കുഞ്ഞ് എനിക്കാണെങ്കിൽ അതെന്നെ പോലെ ഉശിരുള്ള ഒരു ആൺകുട്ടി തന്നെ ആയിരിക്കും. എനിക്ക് പെൺകുട്ടി മതിയായിരുന്നു. പെൺകുട്ടിയാവുമ്പോ നല്ല ഡ്രസ് ഇടിപ്പിക്കാം, സുറുമയൊക്കെ എഴുതി നല്ല മൊഞ്ചത്തിയായിട്ട് വളർത്താം. നീ എന്താണ് ഈ പറയണ ഇഷ? പെൺകുട്ടികളെ കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടാവാനാണ്? പെൺകുട്ടികൾ എന്നായാലും അന്യ വീട്ടുകാർക്കുള്ളതാ. അവളുടെ കുടുംബം അവളെ കെട്ടുന്നവന്റെ കുടുംബമാ. ചാകാൻ നേരത്ത് ഒരു തുള്ളി വെള്ളം നാവിലിറ്റിച്ചു തരണേ, അതിന് ആൺകുട്ടി തന്നെ വേണം. ചെവി പൊട്ടി പൊളിയല്ലോ എന്റെ റബ്ബേ. നശിക്കാൻ നേരത്ത് അവന്റെ ഒരു ഡാൻസ് പ്രാക്ടീസ്. ആസിഫേ, എടാ ആസിഫേ, എടാ നിർത്തണുണ്ടോ നീ? ഇതൊക്കെ പടച്ചോണ്ട് നിൽക്കാത്ത കാര്യങ്ങളാ. നിങ്ങളുടെ സ്വന്തം അനിയനല്ലേ അവൻ, അവൻ എങ്ങനെ പറയാമോ? പിന്നെ ഈ ഹറാം പറഞ്ഞ പരിപാടി കാണിക്കുന്നവനെ എന്താ ഞാൻ പറയണ്ടേ? ഇന്ന് ഞാൻ അവനെ മോളെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോ തന്നെയാ ആസിഫിന് ആക്സിഡന്റ് പറ്റിയതും. സ്വന്തം അനിയനെ പോലെയായിരുന്നു എനിക്കവൻ. ഇത്താക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആവണം. മൈക്കിൾ ജാക്സനെ പോലെ കിങ് ഓഫ് ഡാൻസർ. ലോകമെമ്പാടുമുള്ള ആൾക്കാർക്ക് ഹരമാവണം എന്റെ ഡാൻസ്. ഉമ്മച്ചി നിനക്കൊരു ഡാൻസ് പഠിപ്പിച്ചതാ. എനിക്ക് നാളെ നേഴ്സറി കളിക്കുള്ളതാ. ഉമ്മച്ചിക്ക് ഡാൻസ് ഒന്നും അറിയില്ലല്ലോടാ. ഇല്ല, ഉമ്മച്ചിക്ക് അറിയാം. ഉമ്മച്ചി എന്നോട് കള്ളം പറയണതോ. എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു താ ഉമ്മച്ചി. എനിക്ക് അറിയില്ല മോളെ. എനിക്ക് ഡാൻസ് പഠിക്കണം. നിക്ക് ഡാൻസ് പഠിക്കണം ഉമ്മച്ചി. ഉമ്മച്ചി നിക്കൊരു ഡാൻസ് പഠിപ്പിച്ചു താ. ശരി മോളെ. ഈ കൈ ഇങ്ങനെ വെക്ക്, ഈ കൈയും അതുപോലെ. കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചേ. അതെ, ഇതൊക്കെ ഉപ്പ കണ്ടോണ്ട് വന്നാ എന്നെ വഴക്കു പറയും. നിന്റെ ഉപ്പയ്ക്ക് ഇതൊന്നും പിടിക്കൂല. ടിവിയിലൊക്കെ ഓരോരുത്തരെ കളിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഉമ്മച്ചിക്ക് ഡാൻസിലൊന്നും ഒരു കഴിവുമില്ലടാ. ഉമ്മച്ചിയുടെ ഡാൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടം. ശരിട്ടാ, കാലെടുത്ത് വെക്കേ. അങ്ങനെ ആ കാലെടുത്ത് വെച്ചേ. ഇങ്ങനെയാണോ? ഈ കൈ ഇങ്ങനെ, ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കാലെടുത്ത് മുമ്പോട്ട് വെച്ചേ. ഇങ്ങനെ. അങ്ങനെയല്ല, ഉമ്മച്ചി ചെയ്യുന്ന പോലെ. എന്താടി എന്താടി കാണിക്കണേ? രണ്ടാളുടെ മേത്ത് ചെയ്താൻ കൂടിയാ? ഉമ്മച്ചി എന്നെ ഡാൻസ് പഠിപ്പിച്ചതാ. ഡാൻസ് ഇനി ഈവ കഴിഞ്ഞാട്ടൊന്നും ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഇനി ഇത് ആവർത്തിച്ചാൽ രണ്ടാളും എന്റെ കൈയുടെ ചൂടറിയും.
പറുതായിട്ട് വളർത്തേണ്ട കുട്ടിയാ. ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ച് ഇവിടെ വഷളാക്കുന്ന നീ ഒറ്റ വരുത്തിയാ. പെൺകുട്ടികളായാൽ മര്യാദക്കൊക്കെ വളർത്തണം. ഉമ്മച്ചി എനിക്ക് പർദ്ദ വേണ്ട ഉമ്മച്ചി. വേണ്ട കേട്ടോ, വേണ്ട മോളെ. ആഹാ, വന്നോ? പോയി കുളിച്ചിട്ട് വാ. ഞാൻ കാപ്പിയും പലഹാരം എടുത്തു വയ്ക്കാം. എന്തു പറ്റി? അടുത്ത മാസം സ്കൂളിൽ യുവജനോത്സവാ. ഇന്ന് ക്ലാസ്സിൽ നോട്ടീസ് വായിച്ചു. അതിന് എനിക്കും പേര് കൊടുക്കണം ഡാൻസിന്. ഡാൻസ് മത്സരത്തിന് എനിക്കും പങ്കെടുക്കണം ഉമ്മച്ചി. ഡാൻസോ? അതൊന്നും വേണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ മോള് വല്ല പാട്ടിന് പേര് കൊടുത്തോ. ഡാൻസ് കളിക്കുന്നൊന്നും നിന്റെ ഉപ്പയ്ക്ക് ഇഷ്ടാവില്ല. ഉപ്പ സമ്മതിക്കില്ല. എനിക്ക് ആകെ അറിയാവുന്ന ഡാൻസാ, അതും ചെയ്യാൻ സമ്മതിക്കില്ല. എന്താ മോളെ? മോളെ എന്താ മോളെ? മോളെ എന്ത് പറ്റി? പറ മോളെ. മോളെ പറ മോളെ, എന്ത് പറ്റി മോളെ? പറയ് മോളെ, മോളെ പറയ്. എന്താ മോളെ? വാ.
ചടങ്ങുകളൊക്കെ കഴിയുന്നവരെ ഇവളിനി ഈ റൂമിൽ കഴിഞ്ഞാൽ മതി. പുറത്തിറങ്ങി നടന്ന ബന്ധുക്കളൊക്കെ ഓരോന്ന് പറയും. ഇങ്ങനെ വയസ്സറിയിച്ചിരിക്കുമ്പോ ആരാ അവളെ പുറത്തിറക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഉമ്മച്ചി, വാതിൽ തുറക്കും ഉമ്മച്ചി. ഇങ്ങനെ പൂട്ടിയിടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എനിക്ക് പേടിയാവുന്നു ഉമ്മച്ചി. ഇനി നീ ഇതിട്ടോണ്ട് പോയാ മതി. എനിക്കിത് വേണ്ട, ഞാനിത് ഇടൂല. ഇതിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നീ സ്കൂളിൽ പോണ്ടെന്ന ഉപ്പ പറഞ്ഞിരിക്കുന്നത്. എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കും. ദേ, നീയായിട്ട് വെറുതെ ഈ കുടുംബത്തിന്റെ സമാധാനം കളയരുത്. ചെക്കന് പെണ്ണിനെ കണ്ട് ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിനി മറ്റു വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. ആ, ഞങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും അമീറിനില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ അത് പെണ്ണിന് കൊടുക്കാം. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് അമീറിന് യോജിച്ച നല്ല അടക്കം ഒതുക്കമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ, അബൂബക്കറിന്റെ മോളല്ലേ, വാപ്പയുടെ ഗുണം മോക്കും ഉണ്ടാവും. നിക്കാഹ് എപ്പോ നടത്താം? എപ്പോഴായാലും ഞങ്ങൾക്ക് സമ്മതം. എങ്കില് ബന്ധുക്കളുമായി ആലോചിച്ചിട്ട് ഉടനെ നടത്താം. ഓ, കാണാൻ നല്ല പയ്യൻ, നല്ല കുടുംബം, വലിയ ഡിമാൻഡും അവർക്കില്ല. ഇനിയിപ്പോ കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഈ നിക്കാഹ് നമുക്ക് അങ്ങ് നടത്താം. എനിക്കിപ്പോ നിക്കാഹ് വേണ്ട. ഹിമാറെ, അത് നീയാണോ തീരുമാനിക്കണേ? പറയണത് മിണ്ടാതങ്ങ് അനുസരിച്ചാ മതി. എനിക്ക് ഇനിയും പഠിക്കണം. ഹോ, പഠിച്ചു വല്ലേ കളക്ടറാൻ പോയില്ലേ നീ? പഠിച്ചതൊക്കെ മതി. ഈ നിക്കാഹ് നടക്കണം, ഞാൻ നടത്തും. ഉമ്മ, എന്നായാലും നിനക്കൊരു തുണ വേണ്ടതല്ലേ മോളെ? എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലേ? നിന്നെ വളർത്തി വലുതാക്കിയ ഞാനാണെങ്കിൽ നിന്നെ ആരുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം ഞാൻ തീരുമാനിക്കും. നിക്കാഹ് വരെയുള്ള നിന്റെ ജീവിതം അത് തീരുമാനിക്കുന്നത് വാപ്പ എന്ന നിലയ്ക്ക് ഞാനാ. നിക്കാഹിന് ശേഷം അത് നീയും അവനും കൂടെ അങ്ങ് തീരുമാനിച്ചാ മതി. ഞാൻ എന്താ തീറ്റയും വെള്ളം തന്ന് വളർത്തുന്ന അറിവുമാടാണോ? ഇനി ഇത് ചിലച്ചാല് പള്ളിക്കട്ടിലാവും നിന്റെ ഉറക്കം. കേറി പോടാത്ത.
ദേ ഇങ്ങനെ നോക്കി നിൽക്കാതെ ആ പാൽ ഗ്ലാസ് അങ്ങോട്ട് വച്ചേ. സത്യത്തില് അന്ന് പെണ്ണുകാണൽ ചടങ്ങിന് വന്നപ്പോൾ ഒരു മിന്നായം പോലെ ഞാൻ അലിയെ കണ്ടോളൂ. ഞാൻ ഈ മുഞ്ചത്തിയുടെ മുഖം ഒന്ന് നേരെ കണ്ടോട്ടെ. എന്താടി നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലേ? മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ തീർന്നിട്ട് പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ബന്ധുക്കളൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങും. ചടങ്ങുകൾ തീരാൻ നോക്കി നിന്നാ അവിടെ ബിസിനസ് ആകെ അവതാളത്തിലാകും. ഒറ്റ ഒരുത്തിനെ വിശ്വസിക്കാൻ പറ്റാത്ത കാല. ഞങ്ങൾ പോയിട്ട് വരാം. സന്തോഷത്തോടെ പോയിട്ട് വാ മോളെ. ഉമ്മച്ചി ഉമ്മച്ചി എടി ആലിയ, ആലിയ, എന്താ എന്നെ വിളിച്ചോ? ഈ ഷർട്ട് നീയാണോ തേച്ചത്? അതെ. ഇങ്ങനെയാണോ ഈ ഷർട്ട് തേക്കുന്നത്? തേച്ചാ വടി പോലെ ഇരിക്കണം. ഇതൊരുമാതിരി പഴംതുണി പോലെ മൊത്തം ചുളുവും. ഞാൻ ഒന്നുകൂടി നീ ഇനി ഒന്നും ഉണ്ടാക്കണ്ട. അവൾ ഉണ്ടാക്കാൻ പോകുന്നു. നിനക്ക് എന്തെങ്കിലും പണി മര്യാദയ്ക്കും വൃത്തിക്കും ചെയ്യാൻ അറിയോ? അലക്കാൻ അറിയില്ല, അടുക്കളയിൽ കയറി വല്ലതും വച്ചുണ്ടാക്കാൻ അറിയില്ല, വീട് വൃത്തിയാക്കാൻ അറിയില്ല. ഒന്നിനും ഒരു പണിക്കും നിന്നെ കൊണ്ട് കൊള്ളില്ല. അത് പിന്നെ ആലിയ കൊച്ചുകുട്ടിയല്ലേ അമീർക്ക, കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ജയന്തിക്ക് എന്താ വേണ്ടത്? അതെ, കുഞ്ഞിന്റെ ഉപ്പയും ഉമ്മയും നിക്കാഹിന് പോകാൻ നേരം കുറച്ച് കാര്യങ്ങൾ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അത് ആലിയ കൊച്ചിനോട് പറയാനാ ഞാൻ വന്നത്. എന്താ? നിക്കാഹ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഉപ്പയ്ക്ക് കാലുമേ പൊട്ടാനുള്ള തൈലം കാച്ചി വെക്കണോന്ന് പറഞ്ഞു. പിന്നെ ആടുകളെയൊക്കെ പറമ്പിൽ കൊണ്ടുപോയി തീറ്റിക്കണം, ഫാമിലെ പശുക്കൾക്ക് തീറ്റയും കാടിയും കൊടുക്കണം. പിന്നെ വേറെന്തൊക്കെയോ ഉമ്മ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനതെല്ലാം മറന്നുപോയി. ഓർമ്മ വരുമ്പോ പറയാം കേട്ടോ. കുഞ്ഞിനെ വെറുതെ വിരട്ടി പേടിപ്പിക്കലേ അമീർക്ക. ഈ വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യാൻ ഞാനുണ്ടല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനൊരു വേലക്കാരി? ഈ ജയന്തിയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടുന്നതേ ഇല്ല എനിക്ക്. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാ ഇങ്ങനൊരു വേലക്കാരി? ഇവളുള്ളോണ്ടാ വല്ലതും വാക്കുരുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നത്. നീ വച്ചുണ്ടാക്കുന്നത് കഴിച്ചാലേ എന്റെ ഉപ്പയും ഉമ്മയും വല്ല അസുഖം വന്ന് ചാവും. പെണ്ണിനെ അമീർക്കയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അവള് പൊട്ടിയായോണ്ടാ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെ അതെ. ഇനി ആരൊക്കെ എന്റെ ലൈഫിൽ വന്നാലും നിന്നെ ഞാൻ ഒഴിവാക്കില്ല. അമീർക്ക കുളി കഴിഞ്ഞ് പുതുപ്പെണ്ണ് ഇപ്പൊ വരും, ഞാൻ പോവാ. അവിടെ നിക്ക് ജയന്തി. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കും ഉമ്മച്ചി. എനിക്കിനി ഈ വീട്ടിൽ കഴിയാൻ സാധിക്കില്ല. അങ്ങനെ പറയല്ലേ മോളെ. നമ്മള് പെണ്ണുങ്ങൾ ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. എന്നാൽ ജീവിതം മുമ്പോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ മോൾക്ക്?
ഇനി നീ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ നിന്നെ മൊഴി ചൊല്ലണം. അത്ര പെട്ടെന്നൊന്നും നീ അത് പ്രതീക്ഷിക്കണ്ട. പെൺകുട്ടികൾ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പടച്ചോ നിന്റെയൊക്കെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ മോളിൽ കൂടെ പറക്കാനൊന്നും നീ വിചാരിക്കണ്ട. ഇതാണ് നിന്റെ വിധി. ഇനി പറഞ്ഞിടാ നിന്നെ കണ്ണുമ്പി കണ്ടുപോകരുത്. നീ